നമ്മൾ ഒരു വർഷം മുമ്പ് വച്ച റംബൂട്ടാനും തൈകളൊക്കെയാണ്. നിങ്ങൾ ഇതിനകത്ത് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തല വെട്ടിക്കളഞ്ഞു, ഒന്നും കൂടി നല്ല രീതിയിൽ പിടിക്കാനും ബ്രൂണിങ്ങിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു വർഷം പ്രായമായ തൈകളാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത ചില്ലകളൊക്കെ വെട്ടിക്കളയാണ്. ഇന്ന് മഴയാണ്, മഴയത്തത് കാറ്റ് പിടിക്കാതിരിക്കാനും പ്ലസ് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ചില്ലകളൊക്കെ വെട്ടിക്കളഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ തടിയൊക്കെ വണ്ണം വെച്ച് നല്ല രീതിയിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളപ്പോൾ ആവശ്യമില്ലാത്ത അടിയിലുള്ള ചില്ലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒന്നുകൂടി ഒരു കുട്ടപ്പനാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 3 കമ്പ് നിൽക്കുന്ന രീതിയിലേക്ക് വെട്ടിക്കളയാം. അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുള്ള കമ്പുകൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ഒക്കെ ആയി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കായ്ഫലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷം ആയി പ്രായമായിട്ടുള്ള റംബൂട്ടാൻ തൈകളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 40ഓളം തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെട്ടി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്തിടാം, നിങ്ങളെല്ലാവരും കാണാം. ഓക്കെ, തീരെ വണ്ണം കുറഞ്ഞതും ആവശ്യമില്ലാത്ത ഇതൊക്കെ നമ്മൾ വെട്ടി ഒന്ന് ഒരു കുട്ടപ്പനാക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓരോ ചെടിയുടെയും ആവശ്യമില്ലാത്ത തൈകൾ കമ്പുകൾ നോക്കിയിട്ട് അത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ആരോഗ്യമില്ലാത്ത കമ്പുകൾ മാത്രം വെട്ടിക്കളയാനായിട്ട് നോക്കാം. പിന്നെ വെട്ടുമ്പോൾ മഴ സീസൺ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് മാത്രം വെട്ടാം. വർഷക്കാലത്തെല്ലാം നനയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ വെട്ടി ഇതിനെ ബെഡ് ചെയ്ത് പരിചരിച്ച് തരുന്നതായിരിക്കും. ഈ റംബൂട്ടാൻ കണ്ട താഴെ അടിയിൽ കമ്പുകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ കമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. അപ്പോൾ ആവശ്യമുള്ള കമ്പുകൾ മാത്രം നിർത്തി ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാം. 4 കമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനകത്തെ 3 നിർത്തിയിട്ട് ഒരെണ്ണം വെട്ട. ചില സ്ഥലത്തൊക്കെ 4, 5 ഇതളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെട്ടിക്കളയാം. എന്നിട്ട് 3 നിർത്താം. അപ്പോൾ തടി ഉഷാറായിട്ട് വന്നോളൂ. ഇതൊക്കെ ഒരുപാട് ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കൊന്നും കൂടി നല്ല ഉഷാറായിട്ട് ഈ റംബൂട്ടാനെ നമുക്ക് പിടിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ റംബൂട്ടാൻ്റെയും ആവശ്യമില്ലാത്ത കമ്പുകളൊക്കെ വെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.